കർണാടക സർക്കാർ വികസനത്തിന്റെ പേരിൽ നിർധനരായ മനുഷ്യരുടെ കിടപ്പാടം ഇല്ലാതാക്കുകയാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ബുൾഡോസർ ഉപയോഗിച്ച് വീടുകൾ തകർത്തത് ആശങ്കാജനകമാണ്. വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം ഉറപ്പാക്കണമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. അപ്പോൾ വളരെ ഒന്നിനും കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ പാവപ്പെട്ട ആളുകൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അവരെ ഇനി എഴുത്ത് കൊടുത്താലും അവരോട് ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞാലും അതിനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? മറ്റുള്ള എല്ലാ ആളുകളും നിങ്ങളെ സഹായിക്കാൻ തയ്യാറുണ്ടോ? അങ്ങനത്തെ വല്ല മാർഗങ്ങളും സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നൊക്കെ അവരോട് ആവശ്യപ്പെടേണ്ടി. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ അതിൻ്റെ സാരം. ഷബീർ ഉമർ ചേരുന്നത് വിശദാംശങ്ങൾ നൽകാനായി. ഷബീർ, ഈ കർണാടകയിലെ ബുൾഡോസർ രാജിൽ എങ്ങനെയാണ് ഒരു വ്യത്യസ്ത നിലപാട് നേതാക്കൾക്ക് വരുന്നത്? എന്താണ് നേതാക്കൾ പറയുന്നത്? ജീന, കർണാടകയിലെ ബുൾഡോസർ രാജുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേതാക്കളുടെ വ്യത്യസ്ത പ്രതികരണങ്ങൾ ഇതിനോടകം വന്നു കഴിഞ്ഞു. ഏറ്റവും ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രദ്ധേയമായ പ്രതികരണം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിനുശേഷമാണ് കോൺഗ്രസ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധം തീർക്കാൻ രംഗത്തെത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ രാവിലെ മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഇതുമായി ബന്ധപ്പെട്ടൊരു ന്യായീകരണം നടത്തുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് UP മോഡൽ അല്ലെങ്കിൽ UPയിലും മറ്റിടങ്ങളിലും നടക്കുന്നത് പോലെയല്ല കർണാടകയിൽ, അത് വ്യത്യസ്തമാണ് എന്നൊരു ന്യായീകരണമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തുന്നത്. കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നത് അത് ചേരി പ്രദേശമാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അനധികൃതമായ കുടിയേറ്റ പ്രദേശമാണ്, അതുകൊണ്ടാണ് അത് പൊളിക്കേണ്ടി വന്നത് എന്നതടക്കമുള്ള ന്യായീകരണമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തിയത്. കോൺഗ്രസ് നേതാക്കളും സമാനമായ പ്രതികരണമാണ് നടത്തിയത്. അതിന് പിന്നാലെയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. VD സതീശനും ഇതേ പ്രതികരണമാണ് നടത്തിയത്. ഒപ്പം തന്നെയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം. പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിന് സമാനമായ ഒരു പ്രതികരണം സാദിഖ് അലി ശിഹാബ് തങ്ങളും നടത്തുന്നു. അദ്ദേഹവും പറയുന്നത് വീടുകൾ പൊളിക്കാൻ പാടില്ല, പക്ഷേ അതുമായി ബന്ധപ്പെട്ടത് അനധികൃതമായ കുടിയേറ്റ പ്രദേശമാണ്, ഒപ്പം തന്നെ അവർക്ക് പുനരധിവാസം ഉറപ്പാക്കണം എന്നതടക്കം പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളും നടത്തുന്നത്. ഇതിന് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തുന്നത്. അതിൽ ശ്രദ്ധേയമായ കാര്യം, സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തുന്ന ഒരു യാത്രയുടെ സമാപനം ഇന്ന് മംഗലാപുരത്ത് സമാപിക്കാനിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പരിപാടികൾക്കായി അദ്ദേഹം ഇന്ന് കാസർഗോഡാണ്. അതിനുശേഷം അല്പസമയത്തിനകം മംഗലാപുരത്ത് ഈ സമാപന വേദിയിലെത്തും. ഇതിന് മുന്നോടിയായാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അതായത് കർണാടക സർക്കാരിന്റെ നടപടി ശരിയായിട്ടില്ല, അത് മനസ്സാക്ഷിയുള്ളവരുടെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്നതാണ് എന്ന് അദ്ദേഹം തുറന്നടിക്കുകയാണ്. എന്തായാലും UDF ഒന്നടങ്കം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് മുൻകൈയെടുത്ത് UDFനെ കോൺഗ്രസിനെ പ്രതിരോധിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായം മതമേലധ്യക്ഷൻ എന്ന നിലയ്ക്ക്, സമസ്തയുടെ പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയ്ക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതോടൊപ്പം തന്നെയാണ് ചേർത്ത് പറയേണ്ടത്, CPM ഇതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ പ്രതികരണം നേരത്തെ പറഞ്ഞു. ഇന്നിപ്പോൾ A റഹീം MP അവിടെ സന്ദർശിച്ചതിന് ശേഷം പ്രതികരണം നടത്തി അവിടുത്തെ കാര്യങ്ങൾ വിശദീകരിച്ചു. ഒപ്പം തന്നെ KT ജലീൽ MLA കൂടി ഈ സ്ഥലം സന്ദർശിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുന്നപ്പോൾ സ്വാഭാവികമായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ CPM ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ്, രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കുകയാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് പ്രതിരോധം തീർക്കുകയാണ് മുസ്ലിം ലീഗും കോൺഗ്രസ് നേതാക്കളും. ജീന.